എവ്രിവൺ, എല്ലാവർക്കും ഷീബാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമ്മൾ മേഘാലയ എക്സ്പ്ലോർ ചെയ്യാണ്. ഇന്ന് ഓൾമോസ്റ്റ് ലാസ്റ്റ് ഡേ ആണ് മേഘാലയ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ. ഇന്നൊരു ബാംബുക്കിങ് ചെയ്യാൻ പോവാണ്. ഇത് മേഘാലയയിലെ തന്നെ സ്പെഷ്യലാണ്. ബാംബു ബ്രിഡ്ജ് ട്രെക്കിങ്ങിനെ പറ്റി വേറെ എവിടെയും കേട്ടിട്ടില്ല. കുറച്ച് ഡിഫിക്കൽട്ടൊക്കെയാണ്, കാരണം മഴയാണ്, സ്ലിപ്പറിയാണ്, അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് ഇന്ന്. ട്രെക്കിംഗ് ചെയ്ത് നോക്കട്ടെ, അവിടെ ചെന്നിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയാം. It's going to be a scariest trekking also. Shilpa is going to explore some other places. പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പറയാം, എന്തൊക്കെയാണ്, എങ്ങനെയാണ് ട്രെക്കിങ്ങിൻ്റെ ഇത് എന്നൊക്കെ. രാവിലെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റിന് എവിടെയും അങ്ങനത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലായിരുന്നില്ല. കൂടുതലും റൈസൊക്കെ ആയിരുന്നു അവരുടെ. പിന്നെ എന്താണ്, തൈരിൻ്റെ ഒരു സംഭവം ഹിമാചലിലൊക്കെ കണ്ടുകഴിഞ്ഞാൽ രാവിലെ പൊറോട്ട, ദൈ അങ്ങനത്തെയുള്ള അതിൻ്റെ ഒന്നൊരു സിസ്റ്റം ഇല്ല. ചോറാണ് രാവിലെ തന്നെ, ചോറ് സബ്ജി, ചോറ് ചിക്കൻ കറി അങ്ങനെയൊക്കെ ഓക്കെയാണ്. വെജിറ്റബിൾ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് എന്തൊക്കെയോ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാണാനുള്ള സ്ഥലങ്ങൾ. ഇവിടുന്ന് ഭയങ്കര വലിയ കുന്ന് കാണാം. ഇവിടുന്നാണ് ബാംബു ട്രെക്കിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇവിടുന്നാണ്. അപ്പോൾ നമുക്ക് അത് പോയി നോക്കി ചെയ്യാം. പാർക്കിങ്ങിൻ്റെ ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്, അതിൻ്റെയൊക്കെ ഇത് കൊടുക്കും. എൻ്റെ കൂടെ ഒരു ഗൈഡും ഉണ്ട്, അവരാണ് സ്ഥലം പറഞ്ഞുതരാൻ പോണേ. ഇവിടുന്ന് കാണുന്ന വ്യൂ ഭയങ്കര രസമാണ്. ഇന്ന് നല്ല വെയിലാണ്. ഇത്രയും ദിവസം ഒരു വെയിലിൻ്റെ ഇത് കിട്ടിയിട്ടില്ല. നമ്മൾ ട്രെക്കിങ് ചെയ്യാൻ പോകുമ്പോഴും ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോഴും ഒന്നും. ഇന്നിപ്പോൾ നല്ല വെയിൽ ആണ്. ഇനി മേഘാലയയിൽ വന്നിട്ട് അതിൻ്റെ വെയിൽ കൊണ്ടിട്ടില്ല എന്ന് പറയണ്ട. ഇങ്ങനെയാണ് നമ്മുടെ ട്രെക്കിംഗ് റൂട്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത റൂട്ട് ഇങ്ങനെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാംബുവിൻ്റെ റൈസ്ഡായിട്ടുള്ള കാടൊക്കെ ഉണ്ട്. ഒരു ഓഫീസ് പോലെ ഒരു ഇതുപോലെ ഉണ്ട്. എല്ലായിടത്തേക്കും പോകാൻ ഒരു എൻട്രി ഫീ വേണം. അവിടെ ഇപ്പോൾ ആരും ഇരിക്കുന്നില്ല, തിരിച്ച് പോകുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞു. കുറച്ച് നല്ല ഒരു ഈസാക്കി ഇട്ടിരിക്കുന്നതാണ്. അതിൻ്റെ രസമുണ്ട് കാണാൻ, അതിൻ്റെ കളറും ഇതൊക്കെ.
കൊണ്ടുവന്ന ഗൈഡ് പകുതി വഴി എത്തപ്പോൾ അങ്ങേരുടെ പണിയിൽ തുടങ്ങി. കണ്ടോ എൻ്റെ പിറകുന്ന് എന്തൊക്കെയോ എടുത്ത് മുറിക്കും കട്ടിയൊക്കെ ചെയ്യുന്ന അവരവരുടെ പണിയിൽ ബിസിയായി. പക്ഷെ ഭയങ്കര രസമുണ്ട് ഇവിടുന്ന് കാണാൻ. ഇവിടുന്നുള്ള ഒരു ആംബിയൻസ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ എത്രയോ മോളുന്ന വെള്ളം വരുന്നതാണ്. അത് താഴെ 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 പോയി എത്തുകയാണ് ഈ റിവറിൽ. എന്താണ് ആ മുള മുറിച്ചിട്ട് അവിടെ വെള്ളം വരുന്ന അവിടെ ഉണ്ടായിരുന്ന മുള ചീത്തയായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുവച്ച് അതിനെ ഫിറ്റ് ചെയ്ത് വെക്കായിരുന്നു. ഞാൻ വിചാരിച്ചു പകുതി വഴിയിൽ പണി തുടങ്ങിയോ അതിൻ്റെ കത്തിയൊക്കെ എടുത്തിട്ട്. അതാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ, ഇന്നാണെങ്കിൽ സെൽഫിയില്ല. ഈശ്വരാ. Then we can go. Clean water. Clean water. Clean water. Right? Clean water. ബോർഡ് വെച്ചിട്ടുണ്ട്. ടൂറിസം പ്രൊമോട്ടർ ട്രെക്കിംഗ് സൊസൈറ്റി വാക്ക്-ഇൻ. എൻട്രി 100 പെർ ഹെഡ്, ദെൻ സ്റ്റെപ്പിംഗ് അപ്പ് 50 രൂപ. ഇതാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ്. അപ്പോൾ 150 രൂപയാണ് ട്രെക്കിംഗ് ചാർജ്. ദാറ്റ് ഇസ് നോട്ട് ദെയർ എക്സ്പെൻസ്, ഇറ്റ്സ് ഓൺലി ദ എൻട്രി ഫീ. വേറൊരു ടൂറിസ്റ്റ് സ്പോട്ട് നമ്മൾ നടന്നു വരുന്ന വഴിയിൽ കാണുന്ന മാപ്പൻ ടൂറിസ്റ്റ് സ്പോട്ട്. മാപ്പൻ ടൂറിസ്റ്റ് സ്പോട്ട് വാക്ക്-ഇൻ. So we can't go. We can't go. Down. Down, down. Down, sure. Can I go down? Sure, hold on. Aishwara, iyalu lelu alli nokka parna poleyandu. I should go this way. No, I go straight. No, straight. I want to go down. Down, no. No. He's not allowing me to go down. He's saying no, no. We can't go this way also. This route. Marang Khan is that side. Okay, this all closed. This one is closed. Huh? It's not allowing. ആടെ ഒന്നും ലോക്കൊന്നും ഇട്ടിട്ടില്ല. ഒരു കയറെടുത്ത് കെട്ടിയിട്ടേ ഉള്ളൂ. വേണമെങ്കിൽ പോവുകയൊക്കെ ചെയ്യാം. പക്ഷേ അവർ സമ്മതിക്കുന്നില്ല. ഇത് കയ്യത്ത് മനോഹരൻ്റെ വീട്ടിൻ്റെ അതിൽ കൂടെ നടക്കുന്ന പോലെയുണ്ട്. നാഗത്തിൻ്റെ അമ്പലത്തിൻ്റെ റൂട്ടാണിത്. ഇനി ഈ റൂട്ട് പോയി നമ്മൾ തിരിച്ച് ഇതേ വഴി തന്നെ തിരിച്ചു പോകണം. ഓ എൻ്റെ അമ്മോ. അയ്യോ നല്ല വെയിൽ. എന്ത് വിചാരിച്ചിട്ടാണോ ഞാൻ ഈ ചൂട് ഇതിൽ കുപ്പായൊക്കെ ഇട്ടുകൊണ്ട് വന്നത്. നടന്ന് ക്ഷീണിച്ചോ. ഇനി ഇത്ര ദൂരം ഉണ്ടെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഇനി ഒരു 9 minutes ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ബാംബൂ ട്രെക്കിൻ്റെ അവസ്ഥ. പക്ഷേ ഇന്ന് മാത്രമാണ് മേഘാലയയിലൊരു
ചൂട് അനുഭവപ്പെട്ടത്. തീരെ പ്രതീക്ഷിച്ചില്ല ചൂട്. കാരണം ഇത്രയും ദിവസം ഞങ്ങൾ ട്രെക്ക് ചെയ്തിട്ടും ട്രാവൽ ചെയ്തിട്ടും ഒക്കെ ഫുൾ മിസ്റ്റി, ക്ലൗഡി, റെയിനി ക്ലൈമറ്റ് ആയിരുന്നു. വാവ്. പാർക്കിംഗ്. ഓക്കെ ഓക്കെ. എൻ്റെ പിറകിൽ അങ്ങ് കാണുന്ന അവിടെയാണ് പാർക്കിംഗ് എന്നാണ് പറയണേ. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ പോയിന്റ്. അടിപൊളിയാണ് സ്ഥലം, സംഭവം പൊളിയാണ്. ഇത് വലിയൊരു പാറയുണ്ട്. ആ പാറക്ക് ചുറ്റുമാണ് ഈ ബാംബൂൻ്റെ ഈ ട്രെയിൽ ഇങ്ങനെ പോകുന്നത്. ഇവിടുന്ന് കാണാം. ഇവിടുന്ന് കാണുന്നതാണ് ആ വ്യൂ, ആ റിവറ് അങ്ങറ്റത്ത് അവിടെ കുഞ്ഞു പൊട്ടുപോലെ കാണുന്നതാണ് ഇത്രയും പാർക്കിംഗ്. എനിക്ക് തിരിച്ച് അവിടെ വരെ നടക്കട്ടാണ്. വാക്കൻ വില്ലേജ്. ഓക്കെ, വാക്കൻ വില്ലേജ് ആണ് ഇവിടുന്ന് കാണുന്നത്. അങ്ങ് കാണുന്നതൊക്കെ വാക്കൻ വില്ലേജ് ആണ് ഇത്രേ. അയ്യോ, അങ്ങനെ അടിപൊളി ബാംബൂ ട്രെക്ക് ഇന്ന് ചെയ്തു. ഞാൻ മേഘാലയ പ്ലാൻ ചെയ്തപ്പോൾ ആക്സിഡൻ്റലി ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ കണ്ടതാണ് ഇതിനെപ്പറ്റി. ഞാൻ എവിടെയും ഇങ്ങനെ ഒരു ബാംബൂ ട്രെക്കിനെ പറ്റി കേട്ടിട്ടില്ല, ബാംബൂ ട്രെയിലുള്ള ഒരു ട്രെക്കിനെ പറ്റി. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇന്നും കൂടെ കഴിഞ്ഞാൽ നാളെ പോവാണ്. അപ്പോൾ ഇന്നത് ചെയ്യാൻ പറ്റിയതൊരു വളരെ സന്തോഷം. മഴയില്ലാത്തത് ഒരു കണക്കിന് നല്ലതാണ്, ഇല്ലെങ്കിലും നന്നായിട്ട് സ്ലിപ്പറി ആയിരുന്നു. പക്ഷേ ഈ വെയിലിനോട് സഹിക്കാൻ വയ്യ. This is the bamboo trail. ചുറ്റുമാണ് ഈ ബാംബൂ ട്രെക്ക് പോകുന്നത്. ഇവിടുന്ന് കാണാം, പിന്നെ അങ്ങോട്ടേക്കും കാണാം. അങ്ങനെ റിലേറ്റഡ് ഇൻഫർമേഷൻ കാണാം. എക്സ്റ്റൂഡഡ് ഏരിയാസ് അങ്ങനെ അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള തീരെ ചെയ്യാൻ പറ്റുന്നതല്ല. ഞാൻ എന്താണ് ഈസി ട്രെക്ക് എന്ന് പറയില്ല. ഇറ്റ് വിൽ കം ഇൻ മേ ബി മോഡറേറ്റ് കാറ്റഗറി. പിന്നെ ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ സ്ലിപ്പറി അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ മഴ നനഞ്ഞുകൊണ്ടൊക്കെ ആകുമ്പോൾ കൂടുതലും എനിക്കൊന്നത് ഇറ്റ് വിൽ ഗെറ്റ് ഇൻ ടു ഡിഫിക്കൽട്ട് കാറ്റഗറി ഇറ്റ് സെൽഫ്. മഴയൊന്നും ഇല്ലാത്ത ഒരു മോഡറേറ്റ് ട്രെക്കാണ്. കുറച്ച് ശ്രദ്ധിച്ച് നടന്നാൽ മതി, വേറെ കുഴപ്പമില്ല. പക്ഷേ കാണുന്ന വ്യൂ ഭയങ്കര സ്റ്റണ്ണിങ് വ്യൂ ആണ്. ഈ വലിയ പാറേനെ കവർ ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. അവിടുന്ന് ഇങ്ങനെ കവർ ചെയ്തു, അതിലൂടെ കവർ ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. ബാംബൂ ബ്രിഡ്ജ്, നോർമൽ ബ്രിഡ്ജ്. ഓക്കെ, അവിടെ റിവർ ക്രോസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ബ്രിഡ്ജ് കാണും. വി കെയിം ഫ്രം ദേ വി കെയിം ഫ്രം ദേ ടു വാക്ക്. അത് അവിടുന്ന് നമ്മൾ വരാൻ വേണ്ടി കണ്ട ബാംബൂ ബ്രിഡ്ജാണ് അങ്ങനെ പറയുന്നത്. വേറൊരു വ്യൂ പോയിന്റ്. എൻ്റെ അമ്മോ, വ്യൂ എന്നൊക്കെ പറഞ്ഞ അങ്ങോട്ട് അടുത്തോട്ട് പോയി നോക്കാം. ഈശ്വര, എന്ത് ഡീപ്പാണെന്നറിയാം. അവിടെയൊക്കെ ഉണങ്ങിയത് കണ്ടിട്ട് ഇവിടെ വരെയാണെങ്കിൽ ഫുൾ മീൻസ് അങ്ങനെ ഇരുമ്പിൻ്റെ കമ്പി, നമ്മൾ വാർപ്പിനൊക്കെ വെക്കുന്ന ഇരുമ്പിൻ്റെ കമ്പി അതുണ്ടായിരുന്നു എല്ലാവരുടെയും. ആ മുളക്കൊരു സപ്പോർട്ട് അതൊന്നുമില്ല. ഈ ഉണങ്ങിയ മുള മാത്രമേ ഉള്ളൂ. ആരെങ്കിലും മുകളിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ ഉരുണ്ട ആ ശക്തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ മുളയങ്ങ് പോകും. പിന്നെ ആള് താഴെ ഡിം പറയട്ടെ. Oh, that's the last point. Oh, okay. Mount Khan.
ഐ തോട്ട് ദിസ് ഇസ് ദ ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, അത് കാണുന്നുണ്ട് നോക്കുന്നു. ഇതാണ് അത്ര ലാസ്റ്റ് പോയിന്റ്. അതിന് ഇവിടുന്ന് കുറേ പോകാനുണ്ട്. ഞാൻ നടന്ന് ക്ഷീണിച്ച് ഞാൻ വിചാരിച്ചു ഇതാണ് ലാസ്റ്റ് പോയിന്റ്. പക്ഷേ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ, ഓ മൈ ഗോഡ്, ഭയങ്കര രസമാണ്. ഞാനതിൻ്റെ അറ്റത്ത് നിന്ന് പോയി താഴോട്ട് നോക്കട്ടെ. ആ റിവർ തന്നെയാണ് കാണുന്നത്. ആ റിവർ നമ്മൾ വിടാണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ ഇത്ര വലിയൊരു പാറ, ആ പാറ താഴെ നോക്കുമ്പോൾ നമ്മൾ കണ്ടില്ലേ, അതിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മളുള്ളത് അറ്റത്ത്. അതേപോലെ ഒരു പാറയാണ് അത്. അപ്പോൾ ഇങ്ങനെയൊരു സ്ഥലം എൻ്റെ കൂടെ വന്ന് ക്ഷീണിച്ചവിടെയായിരുന്നു. ഈ കളറ് നമ്മൾ ഡോക്കി റിവറിൽ, ഡോക്കി ലേക്കിലൊക്കെ മിസ്സായ ആ വെള്ളത്തിൻ്റെ ഒരു കളറാണ് കാണുന്നത്. ഇവിടുന്ന് ഗ്രീൻ കളർ അങ്ങനെ വരുന്നത്, അങ്ങനെ അതിൻ്റെ ആ കളറ് കാണാൻ നല്ല പച്ച കളറ്. ഇവിടുന്ന് നോക്കിയാൽ പോലും അതിൻ്റെ അറ്റം നിലം കാണാം. അത്രയും ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് പോകുന്നത്. ഇവിടുന്ന് പോയി അതാണ് ആ ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്ത് വരുന്നത്. അത് ബാംബു ബ്രിഡ്ജാണെന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ നോക്കുമ്പോൾ ബാംബു ബ്രിഡ്ജ് പോലെ തോന്നുന്നില്ല. അതിൻ്റെ മുകളിലായിരിക്കുന്നു. അവിടുന്ന് ഓൾമോസ്റ്റ് എത്രയോ അതിൻ്റെ ഒരു 2 ഇരട്ടി ഓൾട്ടിറ്റ്യൂഡ് ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത്. പറയണ്ട, ഇതൊരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു പോയിന്റ് എന്ന് തന്നെ ഞാൻ പറയും മേഘാലയയിൽ വന്നു കഴിഞ്ഞാൽ. ഭഗവാന്, കുറച്ചും കൂടെ തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ എങ്ങനെ വരാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ ജാമായി പോയത്. അമ്മ അയ്യോ, എവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്? നല്ല വെയിൽ ഉണ്ടല്ലേ. അതിലൂടെ പോയി ഇവിടെ പോയി ഇതാണ് താഴോട്ട് ഇറങ്ങണ്ടേ. അത് കഴിഞ്ഞ് കയറേണ്ട ഒരു റൂട്ട് നോക്ക്, സ്റ്റീപ്പാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതുപോലെ ഇത് കയറിയിട്ട് വേണം അതിൻ്റെ മുകളിലെത്താൻ. എൻ്റെ ഭഗവാനെ, ഒരു വെയിലും. ഇവിടെ നിന്നുള്ളൊരു വ്യൂ അപ്പം നമ്മൾ നടന്ന് അതിൻ്റെ ഏറ്റവും മുകളിലുള്ള പാറയുടെ മുകളിലത്തെ പോയിന്റിലെത്തി. ഇതാണ് ലാസ്റ്റ് വ്യൂ പോയിന്റ്. ഭയങ്കര ഒരു 1.5 നടത്തായിരുന്നു. അവർ 1 മണിക്കൂറാണ് വേണ്ട ഈ ട്രെക്കിനെന്നും പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴും ഞാൻ വിചാരിച്ചത് 1 മണിക്കൂറാണോ എന്നൊക്കെ. പക്ഷേ ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് ഐ തിങ്ക് 2 മണിക്കൂർ കൂടുതലെടുത്തു എനിക്ക്. ഞാൻ ഒരുവിധമൊക്കെ നല്ല സ്പീഡിൽ തന്നെയാണ് ഞാൻ നടക്കുന്നത്, എന്നിട്ട് പോലും എനിക്ക് 2 മണിക്കൂറിൽ കൂടുതലെടുത്തു. അപ്പോൾ അവരെ ഒരു കപ്പാസിറ്റിയിൽ അവർ 1 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ആണിത്. ഇതെല്ലാവരും ചെയ്യണം അങ്ങനെയൊന്നും ഞാൻ പറയില്ല. കാരണം നമ്മൾ ടൂറിസ്റ്റ് പർപ്പസിന് വരുന്നവർക്ക് ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല. ഇപ്പോൾ കുട്ടികളും കുറച്ച് മുതിർന്നവരും ഒക്കെ ഉണ്ട്. അവരങ്ങനെ ഫിസിക്കലി ഫിറ്റ് അല്ല. സ്ഥലങ്ങൾ കാണുക എന്നുള്ളൊരു ഇൻറ്റൻഷനും കൂടെ വന്നവർക്കാണെങ്കിൽ ഇത് പറ്റില്ല. ഞാൻ പറയാൻ പ്രധാന കാരണം എൻ്റെ കൂടെ വന്ന ഡ്രൈവർ അവർ 20 years ആയിട്ട് ഇവിടെ ഡ്രൈവിംഗ് ചെയ്യാണ് അത്രയും മേഘാലയയിൽ. ഈ ഒരു സ്ഥലം അറിയില്ല, കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ വെരി നോർമൽ ടൂറിസ്റ്റ് സ്പോട്ട്. ഇത് കുറച്ചും കൂടെ ഓഫ് ബീറ്റ് ആയിട്ടുള്ള അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ്. മേ ബി ട്രെക്കിങ്ങിനൊക്കെ വരുന്നവർ അങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെ ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നേച്ചുറൽ ബ്യൂട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ
അവരോട് എനിക്ക് പറയാനുള്ളത് ഇൻ കേസ് നിങ്ങൾക്ക് വരാനൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ മേഘാലയയിൽ കുറച്ച് ഒരു 5-6 ദിവസമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഡോണ്ട് മിസ് ദിസ് അറ്റ് ഓൾ. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത എല്ലാവരോടും വരണം എന്ന് പറയാൻ പറ്റില്ല. ചിലവരൊന്നും ഇത് എൻജോയ് ചെയ്യില്ല അല്ലേ. പിന്നെ ഇത്രയും വെയിലത്ത് എന്താവശ്യമാണ് ഇങ്ങനെ നടന്ന് കഷ്ടപ്പെട്ട് വേർത്ത് ഇങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് വീട്ടിൽ നിന്ന് തന്നെ കേൾക്കാറുണ്ട്. വല്ല ആവശ്യമുണ്ടോ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് എൻജോയ് ചെയ്യുന്നവർക്ക് ഐ മീൻ ഇറ്റ്സ് എ ത്രിൽ ടു ഡു. സോ അങ്ങനെയുള്ളവരാണെങ്കിൽ പ്ലീസ് ഡോണ്ട് മിസ് ദിസ് സ്പോട്ട്. വന്നിട്ട് വാക്കിൻ വില്ലേജിലെ ബാംബു ട്രെക്ക് എന്നുള്ളത് ഇതൊരു ചെറിയൊരു സ്ട്രെച്ചാണ് നമ്മൾ ചെയ്തത്. ഇത് എനിക്കൊന്നൊരു 7 hours സ്ട്രെച്ചൊക്കെ ഉണ്ട്. ഇവിടുന്ന് പോയി പിന്നെ പോയിട്ട് ചിറാപ്പുഞ്ചിയിൽ എൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷിലോങ് അങ്ങനെ എൻഡ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു 2-3 hours 2.5 hour വരെ എനിക്കൊന്നും വരാനെടുത്തു. എനിക്ക് തിരിച്ചു പോകാൻ ഒരു 2 മണിക്കൂർ എങ്ങനെ എടുക്കും. ഒരു 4-5 hours മിനിമം വേണ്ട ഒരു ട്രെക്കാണിത്. അപ്പം ഞാൻ ഈ ട്രെക്കിങ് ചെയ്ത് വന്ന വഴിയും ഇതിൻ്റെ ഒരു ബ്യൂട്ടി മേഘാലയൻ്റെ ഒരു പെക്യൂലിയർ ആയിട്ടുള്ള ഒരു അട്രാക്ഷനും ഒക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം മറന്നുപോയി, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനലിൽ. എനിക്ക് ഒത്തിരി വ്യൂസ് കിട്ടുന്നുണ്ട്, പക്ഷേ കുറേയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെന്നാണ് അനലിറ്റിക്സ് കാണിക്കുന്നത്. അപ്പോൾ പ്ലീസ് ഡോണ്ട് മിസ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ സോ ദാറ്റ് ഞാൻ വീക്ക്ലി വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. And stay tuned, share your comments, share your feedback, share with the girls, ladies who wanted to travel or see the world. അവരുമായിട്ട് കണക്ട് ചെയ്യിക്കൂ. പിന്നെ ട്രാവൽ ബ്ലോഗ്സ് കാണാനുള്ള ആൾക്കാരുമായി ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യും. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ഫീഡ്ബാക്സ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു. Future past ho gaya, no point thinking about it. Future, I don't know what's going to happen tomorrow. Okay. All I have is this second, this moment, be in the moment, enjoy the moment. And it's vibrating so much, magnetic field which I see around it. I mean, So my own. being mindful of. Acha, that is what it represents. Yeah. Okay. So whom you see is Pijo, who is also accidentally from Kerala and Chennai. Malayalis are everywhere. Malayalis are everywhere and they're like freaking travel. You can see his bag. Like he's not like staying somewhere and traveling with all his luggage. My tent. This is his tent and he's like My travel touching his backpack. tent wherever he wanted to. And this is, where is your bike? This one. Yeah, the blue one. The blue one. Yeah, so he is somebody who has rented a bike and exploring Meghalaya. So people whoever has a doubt, like can we hire a 2-wheeler and travel and all of that. He is an example. So you can see, people are traveling like that. I finished the trek like 2.5 hour walking, and he finished just how much time you took? 1 hour, 15 minutes. 1 hour. 45 minutes, 45 minutes. 1 hour. 45 minutes one way. Don't tell me it's not 1 day, 45 minutes. I mean, I took like 2.5 hours to reach and 1.5 hours to come back. So it's almost 4 hours for me, and he's like just 1.5 hours. Seriously, you're Total 1.5 hours. वो watch बंद था शायद. अब watch work ചെയ്യുന്നുണ്ടായിരുന്നില്ല, വെറുതെ പറയാ 1.5 hours ഫോട്ടോ. He was pretty fast and like ഞാൻ തിരിച്ചു വരാൻ വേണ്ടി അതിനടുത്ത് കുറച്ച് 2 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മളേക്ക് ഒരു ബട്ടർഫ്ലൈ പോകുന്ന പോലെ ആരോ ഇങ്ങനെ പറന്നു പോകുന്നു. നോക്കുമ്പോൾ ഇങ്ങനെ he was like pretty fast. So good to see like-minded people. And ആർക്കെങ്കിലും traveling, on road traveling in the Meghalaya experience ne patti choikkanengil I can connect you with Prijo. And Shillong is a beautiful place. Definitely you all should check it out. And then additionally is a behavioral training. I think you should talk about that as well. Let me do. Yeah, I'm a behavioral trainer. I work for 6 months. So I make whatever money in 6 months, and then 3 months I travel. 3 months I do some social work with different NGOs, sort of give back. So that's kind of my life. Yeah, interesting. I know it's something interesting than the normal so-called corporate life and the normal tied-up work. He is like flying around and exploring the place. Lovely meeting Shiba. It's I not think we've very been talking often almost. you meet solo travelers, women solo travelers. So respect. Thank you. I think we were talking almost 1.5 hours മറ്റും. എനിക്ക് സമയം പോയത് അറിഞ്ഞില്ല. എൻ്റെ ഡ്രൈവർ ഇത്ര ഇറിറ്റേറ്റ് ആയിരിക്കുകയാണ്. ഇവർക്ക് ആരെ ഇത്രയും വർത്താനം പറയാൻ കിട്ടിയത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന പെണ്ണായിരുന്നല്ലോ. നൈസ് മീറ്റിംഗ് യു. ചലോ ബൈ. Bye bye. Take care.